സംഗൃതപമകരി തങ്കത്തൊക്കെ തട്ടുകിട എന്തെങ്കിലും തട്ടുകിളമേ. അന്റെ പുരികൊന്ന് വളഞ്ഞാലും കണ്ണൊന്ന് തെറ്റാലും എനിക്ക് അറിഞ്ഞൂടെ തോന്നി. സ്വന്തം പറയത്തി കേറി വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സൊന്ന് മാറിയ ദേ ഒരു ചാഞ്ചാട്ടം. അഭ്യാസം അതും ഈ കരീം സാഹിബിനോടാ. അന്നേ ഞാനൊരു കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞയച്ചിണ്ടെങ്കില് അതിക്ക് തിന്നാനാ. അല്ലാതെ കണ്ട മണിമാളിക മുഴുവൻ വാങ്ങി തന്ന് അതിലിങ്ങനെ സുഖിപ്പിച്ച് ജീവിപ്പിക്കാൻ തണ്ട പ്രാന്ത. കരീമനൊരു പൂതി തോന്നിയാലേ അതെന്ത് ബല കൊടുത്തു ഞാൻ മേങ്ങും. എന്ത് ബല കൊടുത്തു. അതിനുള്ള ഭയം നിക്കൊരു വിഷയല്ല, ലക്ഷ്യം. അതാണ് എന്റെ ഉന്നം. ഇക്കോളം വേണം. അത് കൊറേ കാലായിട്ടുള്ള എന്റെ മനസ്സിലൊരു പൂതിയ. അതിനാണ് ഞാൻ ഓളെ എന്റെ പറ്റില് വരവിപ്പിച്ച്. ഓളെ ഞാൻ അത്ര കണ്ട് മോഹിച്ചകടാ. അല്ലെങ്കില് ഓളെ ഈ ദുനിയാവ് തന്നെ അല്ലാണ്ടക്കണം. സാഹിബ് മാപ്പാക്കണം. അറിയിക്കാത്തത് കിട്ടിയപ്പോ ഈ തൊമ്മി പലതും ആഗ്രഹിച്ചു പോയി. സാഹിബിനപ്പുറം ഈ ലോകത്ത് തൊമ്മിക്ക് ആരുമില്ല, ഒന്നുമില്ല. സാഹിബ് വാ. കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ടും ആ സാറക്കുഞ്ഞിനൊന്നും ഇവിടം വരെ വരായിരുന്നു. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. എന്തായാലും നാളെ ഒന്ന് അവിടെ വരെ പോണം. ചേച്ചി പോകുമ്പോ ഞാനും കൂടി ഒന്ന് വന്നോട്ടെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോവാലോ. സാറക്കുഞ്ഞേ, എന്തൊരു കിടപ്പാ മോളേത്. സാറക്കുഞ്ഞേ, കർത്താവിന്റെ മുന്നിൽ വെച്ച് മിന്നു കിട്ടിയ പെണ്ണിനെ മറ്റൊരുത്തിന് കൂട്ടിക്കൊടുക്കുന്ന നീ മനുഷ്യനാണോടാ? സാരഥിച്ചൊരു കരച്ചിലല്ലേ കേക്കണത്? വിശന്ന് പൊരിഞ്ഞ വയറ് കൂട്ടിക്കെട്ടി തന്നെയാ എന്റെ ചേച്ചി ഞങ്ങളെ വളർത്തിയ. ഒരൊറ്റ രാത്രി കൊണ്ട് നീ തൊലച്ചു കളഞ്ഞത്. കെട്ടിയ പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നടക്കണം ചേച്ച. കരീം സാഹിബ് തൊമ്മിക്ക് ദൈവ. സാഹിബിന് വേണ്ടി തൊമ്മിയുടെ ജീവൻ വരെ കൊടുക്കും. പിന്നല്ലേ കെട്ടിയ പെണ്ണ്. സാഹിബ് എന്താഗ്രഹിച്ചാലും ഈ തൊമ്മി അത് നടത്തി കൊടുക്കും. അതാരെ കൊന്നിട്ടായാലും. നിന്നെ പോലെ ഒരു ആഭാസന് കരീം സാഹിബ് ദൈവോ രാജാവോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തത്. നീ എന്താടി കരുതിയത്? നിനക്കിവിടെ തൊമ്മിയുടെ രാജകുമാരിയായിട്ട് വാഴാന്നു. വാഴാം, രാജകുമാരിയായി തന്നെ വാഴാം. ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്ത. പിന്നെ നീ പറഞ്ഞതുപോലുള്ള ഈ ആഭാസൻ ഒരു പെണ്ണിന്റെ അല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ ജീവിതം തൊലച്ചിട്ടുണ്ട് കരീം സാഹിബിന് വേണ്ടി. അതില് നിന്റെ മേരി കുഞ്ഞും പെടുന്നു.
വിഷമിക്കണേ? അതൊക്കെ പോട്ടെ, എങ്ങോട്ടാ പോണേന്ന് പറ. അതൊക്കെ പറയാം. ഒന്നും കാണാണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെടില്ലല്ലോ. എവിടെ പോവാ രണ്ടാളും കൂടെ? മുതലാളി, ഞങ്ങള് ജീവിച്ചു പൊക്കോട്ടെ. ആ, ഞങ്ങളെ വിട്ടേക്ക്. നീ ഇങ്ങോട്ട് പോരടി. മുതലാളി, അയ്യോ! ചവിട്ടല്ലേ മുതലാളി? ഓന്റെ തൊടിയിലെ പൈത്തം മൈസൂർ കൊല ആ ഏരപ്പൻ എറപ്പായി കണ്ടിട്ടില്ലാന്ന്. അല്ലേലും ഈ നാട്ടിലെ കൊറേ കൊലേന്റെ ഉള്ളിൽ ഈ കരീമിന്റെ പേര് എഴുതിച്ചുണ്ടോലും അതേതൊക്കെയാന്ന് വക തിരിച്ചെടുക്കാനാണ് അന്ന ചെല്ലും ചെലവും കൊടുത്ത് പൂട്ടിന്. ആ പണി ചെയ്താലും നന്നായി എടുക്കണ്ട് തോന്നി. ഇനിയിപ്പൊ ഞാൻ തന്നെ തിന്ന് തീർക്കണ്ടതൊക്കെ. ആരാന്തൊന്നും അങ്ങനെ നോക്കിന്ന കൊതി പിടിക്കുമ്പോ കൊണ്ടേ പന്നിക്കിട്ടൊടുക്കേ. ഇനി പാവാട വേണ്ട, പെല്ലാട വേണ്ട, കരിയും കണ്ണം കൊണ്ടെങ്കിൽ